നമസ്കാരം. കർണാടകയിലെ ഷിരൂർ ദൗത്യ സംഘത്തിൽപ്പെട്ട 2 പേരാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഒന്ന് അനീഷും സ്റ്റെഫിനും. കർണാടകയിലെ അർജുനെയും അർജുൻ്റെ ലോറിയെയും അതുകൂടാതെ തന്നെ അവിടെ കാണാതായ രണ്ട് കർണാടക ആൾക്കാരും അവരുടെ വണ്ടികളും കണ്ടെത്തുന്നതിന് ഈ കഴിഞ്ഞ 10-15 ദിവസമായി അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സംഘത്തലവൻ നമ്മുടെ ഈശ്വർ മൽപ്പയാണ്. ഈശ്വർ മൽപ്പയുടെ സംഘങ്ങളിലുള്ളവരാണ് ഇവർ എറണാകുളം ജില്ലക്കാരാണ്. അടുത്ത ദിവസം ഇപ്പോൾ വർക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ഡ്രഡ്ജിങ് തുടങ്ങും. അപ്പം 2 ദിവസം കഴിയുമ്പം ഇവർ പിന്നെ ഡ്രഡ്ജിങ്ങിന് വേണ്ടി പോകും. ഇവരുടെ വിശേഷങ്ങൾ കാണാൻ നമുക്ക് കൂത്താട്ടോളം മിഷനിലൂടെ. നമസ്കാരം എല്ലാവർക്കും. ഞാൻ അനീഷാണ്. വീട് പാലപ്പുഴ, കൂത്താട്ടോളം പാലപ്പുഴയാണ്. എൻ്റെ പേര് സ്റ്റെഫിൻ. ഞാൻ എറണാകുളം ജില്ലയിലാണ്. വീട് വരുന്നത് ചേരാനല്ലൂർ എടയക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൽ ശിരൂർ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്ന മലയാളികളാണ്. വേറെ 2 മലയാളികൾ കൂടിയുണ്ട്. ഒരാൾ ഷൊർണൂരിൽ നിന്ന് പഴയന്നൂരിൽ നിന്ന് ഒരു അനിൽ എന്ന് പറഞ്ഞ പയ്യനും, പിന്നെ ഷൊർണൂരിൽ നിന്ന് മിഥുൻ എന്ന് പറഞ്ഞൊരു പയ്യനുമുണ്ട്. ഞങ്ങൾ ഈശ്വർ മാൽപ്പയുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നത് ഒരു 4-5 വർഷം മുൻപേ ആണ്. അന്ന് പുള്ളിക്ക് ഈ റെസ്ക്യൂ വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സുഖകരമായ ദൗത്യങ്ങൾ വരുമ്പോൾ ഞങ്ങളെ പുള്ളി വിളിക്കാറുണ്ട്. ഞങ്ങളുടെ വർക്കിൽ ഡാമിൻ്റെ ചില വർക്കുകളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അദ്ദേഹമായിട്ട് ഒരുമിച്ചാണ് വർക്കുകൾ ചെയ്യാറ്. അപ്പോൾ നമ്മളൊരു ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളെന്ന നിലയ്ക്ക് പുള്ളിയുടെ നമ്മുടെ ഒരു മംഗലാപുരത്തെ ഞങ്ങളുടെ ലോക്കൽ ഗാർഡിയനും കൂടിയാണ് പുള്ളി. ഞങ്ങളുടെ അവിടുത്തെ വർക്കുകളിൽ ലീഗലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും സഹായിക്കുന്ന പുള്ളി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പുള്ളിയുടെ ടീമിൻ്റെ അംഗം പോലെ തന്നെ ഞങ്ങളുടെ വർക്കിൽ പുള്ളിയും ഒരു അംഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ ഈ ശിരൂർ ദൗത്യത്തിലേക്ക് പുള്ളി വിളിച്ചത്. ഈശ്വർ മാൽപ്പ എന്ന വ്യക്തി ഒരു സാധാരണ മനുഷ്യനാണ്. പണ്ട് ഫിഷിംഗ് ഹാർബറിൽ ജോലിക്ക് വരികയും ടാങ്കർ ലോറികളായിട്ടും ഡീസൽ ചെറിയ ലോറിയായിട്ടും ഒരു ലോറി തുടങ്ങിയ ഉപജീവനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇത്ര ഒരു വലിയൊരു സംരംഭമായിട്ട് വന്ന് നിൽക്കുന്നത്. ഇന്ന് ഒരു അത്യാവശ്യം അദ്ദേഹത്തിന് ഒരു 10-20 ലോറിയോളം ഉണ്ട്. പോരാത്തിന് അങ്ങേര് എല്ലാ സോഷ്യൽ വർക്കുകളും ചെയ്യുന്നത് തികച്ചും ഫ്രീ ആയിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ഏത് രാത്രിക്ക് വേണമെങ്കിലും പുള്ളിനെ ബന്ധപ്പെടാം. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിലാണ് പുള്ളീനെ ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് ഈശ്വർ മൽപ്പ എന്നത് ഇതുവരെ അങ്ങനെ അറിയപ്പെടുന്ന കർണാടക ആ ഒരു സോണിൽ മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതിപ്പോൾ ഈശ്വർ മാൽപ്പനെ ലോകം മൊത്തം അറിയപ്പെടുന്നു. എക്സ്പെഷ്യലി കേരളം മൊത്തം അറിയപ്പെടുന്നു. ഈ അർജുൻ ദൗത്യത്തിൽ വന്നത് പിന്നെ ഈശ്വർ മാൽപ്പ നമുക്ക് കേരളം മൊത്തം അല്ല, ഈ ലോകം മൊത്തം അറിയുന്ന ഒരു ആളായി മാറി. ഞങ്ങൾ രണ്ടുപേരും ഒരു കൊമേഴ്ഷ്യൽ ഡൈവേഴ്സാണ്. ആക്ച്വലി ഞങ്ങളുടെ ഡൈവിങ് തുടങ്ങുന്നത് തന്നെ എൻ്റെ സീനിയറാണിത്. ആൾ തുടങ്ങിയിട്ടൊരു 15 വർഷത്തോളമായി. ഞാൻ ഏകദേശം 10 വർഷത്തോളമായി. ഞങ്ങൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഓഫ്ഷോർ വർക്കുകളാണ്. അത് അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻ വർക്കുകൾ, ഷിപ്പിൻ്റെ വർക്കുകൾ, അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. പിന്നെ ഇതേപോലെ റിക്കവറി വർക്കുകളും ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാം. അതും കൂടിയാണ് ഞങ്ങളുടെ ജോബ് വരുന്നത്. ശിരൂരിൽ ഞങ്ങൾ ദൗത്യത്തിനായി എത്തുമ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കണ്ടത്, മീഡിയയിൽ കണ്ടത് ഒരു വലിയ അതിന് അത്രയ്ക്ക് വലിയ എഫക്റ്റിലൊന്നുമല്ല അവിടെ ഇപ്പോൾ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മീഡിയയിൽ നോക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് കാണുന്ന രീതിയിൽ ഒരു ഭീമാകാരമായ ലാൻഡ് സ്ലൈഡിങ് ആണ് ഈ റിപ്പോർട്ടെല്ലാം പറയുന്നത്. പക്ഷേ വയനാടിനെ സംബന്ധിച്ചോളം അത് നോക്കുമ്പോൾ
ഇവിടെ നിസാരം എന്ന് പറയാം. കാരണം അതിനുള്ള അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ. അതിന് ആകെപ്പാടെ 100 മീറ്റർ ഏരിയയിൽ തുടങ്ങിയ ലാൻഡ് സ്ലൈഡ് ഒരു 150 മീറ്റർ വീതിയുള്ള ഒരു റോഡും കവിഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങി ഏകദേശം 250 മീറ്റർ ടോട്ടൽ റണ്ണിങ് ഉണ്ടാവുള്ളൂ ഇത്ര ഏരിയയിൽ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഡീറ്റെയിൽ അനുസരിച്ച് ഞങ്ങൾ അവിടുത്തെ ഈ മരിച്ചുപോയ കർണാടകക്കാരുണ്ട് രണ്ടുപേരും മരിച്ചുപോയത്, ഈ ലക്ഷ്മൺ നായകും ജഗന്നാഥൻ ലോകേഷ്. അവിടെ ഫാമിലി ആയിട്ട് സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു പിക്ചർ തന്നവര് ഏകദേശം അതിന്റെ വീടിരിക്കുന്നതും അതൊക്കെ ഒരു എന്താ പറയാ ഒരു സ്റ്റെപ്പായിട്ട് അവിടെ ഇരിക്കുന്നത്. ശരിക്കും റോഡിൽ നിന്ന് 15 മീറ്റർ താഴെയാണ് അവരുടെ വീടിരിക്കുന്നത്. ആ വീടിൽ നിന്ന് പിന്നെ ഒരു 5 മീറ്റർ താഴെ ഒരു പാടം വരുന്നുണ്ട്, അത് ചതുപ്പാണ്. അപ്പൊ ഇത്രയും പിന്നെ അതല്ലാണ്ട് ഈ റോഡിൽ തന്നെ ഒരുപാട് മീഡിയനുണ്ട്, തടസ്സങ്ങളുണ്ട്. മീഡിയൻ സ്റ്റെപ്പായിട്ട് അത് ആ റോഡ് തീരുന്നതിനോട് ഒരു മൺതിട്ടയുണ്ട്. ഇതെല്ലാം കടന്നു വേണം ഈ റോഡിക്ക് ഈ ലോറിയിലേക്ക് എത്താനായിട്ട്. നമ്മുടെ എക്യുപ്മെന്റ്സ് ഞങ്ങൾ ഡൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്ക്യൂബ സെറ്റാണ്. അത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ അതിനകത്ത് ഓക്സിജനാണ് ഫില്ല് ചെയ്തേക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഓക്സിജൻ അല്ല, അത് കംപ്രസ്ഡ് എയർ ആണ്, പ്യൂരിഫൈഡ് എയർ. നമ്മൾ കംപ്രസ് ചെയ്ത് നോർമൽ നമ്മൾ ഇവിടുത്തെ അന്തരീക്ഷ എയർ കംപ്രസ് ചെയ്ത് സിലിണ്ടറിൽ നിറയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അത് ത്രൂ ഔട്ട് നമ്മുടെ മൗത്ത് വഴി ബ്രീത്ത് ചെയ്യും. അതിൻ്റെ ഒരു വാൽവ് സിസ്റ്റമാണ്. ഔട്ട് ചെയ്യുമ്പോൾ ഈ മൗത്ത് വഴി തന്നെ ഔട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഔട്ട് പുറത്തു പോകുന്നു. 1 വേ വാൽവ് സിസ്റ്റമാണ്. വായിക്കടുത്ത് നമ്മുടെ മൗത്തിൽ തന്നെയാണ് നമ്മൾ വലിക്കുന്നത്, ഇൻഹേൽ ചെയ്യുന്നതും എക്സ്ഹേൽ ചെയ്യുന്നതും ഇതിൽ തന്നെ. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഫസ്റ്റ് ഡൈവ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. മൂന്നുനേരം സിംഗിൾ ലൈൻ ഡൈവ്. അത് നമുക്ക് സെർച്ചിങ്ങിനൊക്കെ ഓരോ പ്രോസസ്സ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഇപ്പോ ഞങ്ങളുടെ ഫസ്റ്റ് ഡൈവ് ഞങ്ങൾ അവിടെ ചെന്ന് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള വെള്ളമുണ്ട്. നമുക്കപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് അത്യാവശ്യം വെള്ളത്തിന്റെ അടിയിൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 അടി 20-30 അടിയോളം 30 ഫീറ്റ് ഉണ്ട്, 20-30 ഫീറ്റ് ഉണ്ട്. അതെ, രണ്ട് പോർഷനായിട്ടാണ്. ഏറ്റവും സെൻട്രൽ ഭാഗത്തേക്ക് ഭയങ്കര താഴേക്കുള്ള ഭാഗത്തേക്ക് ഭയങ്കര മണലും, പിന്നെ ടോപ്പിലേക്ക് വരുന്തോറും ഭയങ്കര വലിയ വലിയ കല്ലുകളുമാണ് അവിടെ കാണാൻ പറ്റിയ കൂടുതലും. പിന്നെ നല്ല വലിയ പാറക്കല്ലുകളും, പിന്നെ 1-2 സ്ഥലത്ത് നമുക്ക് മരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാഴ്മരങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ക്ലൈമറ്റ് ശരിയല്ലാത്തത് കൊണ്ട് വർക്ക് നിർത്തിയായിരുന്നു. വർക്ക് ഏകദേശം സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അതായത് നമുക്ക് ഈ കയറ് കിട്ടിയ സമയത്ത് അതായത് കയറ് കിട്ടിയത് ലീഡ് കിട്ടിയ സമയത്ത് പിന്നെ അന്ന് ആ ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഏകദേശം കയറ് കിട്ടുന്നത്. നെക്സ്റ്റ് ഡേ ഭയങ്കര മഴ പെയ്തു. അവിടെ മഴ പെയ്ത് കുറച്ച് കലക്കലായി. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാനും കുറച്ച് കാര്യങ്ങളുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി വന്നതുകൊണ്ട് അവര് പിന്നെ നമുക്ക് അതിന്റെ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഡ്രഡ്ജർ എത്തണമായിരുന്നു. ഡ്രഡ്ജർ എത്തിയെങ്കിൽ നമുക്ക് ആ കയറ് കിട്ടിയതിന് പിന്നെ നമുക്ക് ഡ്രഡ്ജ് ചെയ്ത് ഈ ലോറിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡ്രഡ്ജർ എത്താൻ വേണ്ടി താമസം ഉണ്ടെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. അതെ, ഈ കയറ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു 10% ആണ് നമ്മുടെ ഹോപ്പ് ഉള്ളത്. ബാക്കി 90% മണ്ണിന്റെ അടിയിലാണ് കിടക്കുന്നത്. അത് ഫോളോ ചെയ്ത് പോയാൽ നമുക്കറിയുള്ളൂ ഇത് ലോറി ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കാനുള്ളത് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോ എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞാൽ മണ്ണ് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. കാരണം നമ്മൾ ഈ ഓരോ ഇതിലേക്ക് എത്തും തോറും നമ്മുടെ ദൗത്യം നീണ്ടു പോവുകയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഈ ഒഴുക്ക് മാത്രമുള്ള കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ വിസിബിലിറ്റി നമുക്കൊരു പ്രശ്നമല്ല ഡൈവ് ചെയ്യാനായിട്ട്, മഴയും പ്രശ്നമല്ല നമുക്ക് ഡൈവ് ചെയ്യാനായിട്ട്. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ടച്ച് ആൻഡ് ഫീൽ ആണ്, അത് തൊട്ട് മനസ്സിലാക്കിയുള്ള വർക്കുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ അർജുന്റെ വീട്ടിൽ പോയി അവരുടെ ഫാമിലിനെ എല്ലാവരും കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈശ്വർമാൽപ്പെ അവർ ഉറപ്പ് കൊടുത്തിട്ടാണ് വന്നത് നമുക്ക്. ഇപ്പൊ നെക്സ്റ്റ് ഇനി ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനുള്ളത്. അവിടെ ഈ പെർമിഷൻ എല്ലാം കിട്ടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്ന് ഞങ്ങളുടെ ദൗത്യം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ മാക്സിമം ലീഡിലേക്ക് നമ്മൾ അർജുനെയും ലോറിനെയും കർണാടകയിലുള്ള 2 വ്യക്തികളെയും നമ്മൾ കണ്ടെടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസം. ആദ്യം ഒക്കെ ഈശ്വർമാൽപ്പയാണ് ഡൈവ് ചെയ്തോണ്ടിരുന്നത് അവിടെ. ഞങ്ങളെ വിളിക്കുന്നവരെ എല്ലാരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തനിച്ചാണ് ഡൈവ് ചെയ്യുന്നത്. പുള്ളി ആദ്യം ഒരു ജാക്കി, പിന്നെ ഡൈവ് ചെയ്യും വെച്ച് വരുമ്പോൾ മുങ്ങി വരുമ്പോൾ പുള്ളിക്ക് ഓരോ ലോഹഭാഗങ്ങൾ കിട്ടുന്നതാണ് വണ്ടികളുടെ. അതെല്ലാം ടാങ്കർ ലോറികളുടെ പീസുകളായിരുന്നു. അർജുൻ്റെതായ ലോറികളുടെ ഒന്നും ആകെ കിട്ടിയ ജാക്കി മാത്രമേ. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്ത് റോപ്പ് സർവേയിൽ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്ത് നമുക്ക് റോപ്പ് കിട്ടുന്നത്, ലോഡിങ്ങിന്റെ റോപ്പ് കിട്ടുന്നത് കടല. അതാണ് നമുക്ക് മെയിൻ ലീഡ്. അത് മാത്രം. പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ അവിടെ കുറെ മരങ്ങൾ കിടക്കുന്നുണ്ട്. മരങ്ങൾ, തെങ്ങുകള്, കവുങ്ങുകള്, പിന്നെ ഒരുപാട് തകിടിന്റെ പീസുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്നു. ഇതെല്ലാം ക്ലീൻ ചെയ്ത ശേഷമേ നമുക്കവിടെ
ഈ കയറിൽ നിന്നുള്ള ലോറിയിലേക്കുള്ള ദൗത്യം തുടരാൻ പറ്റുള്ളൂ. ഞങ്ങൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആ ശ്രമത്തിലേക്ക് വേണ്ടി നമ്മുടെ നല്ലതായ നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും, അതെ, കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ആ ദൗത്യത്തിലേക്ക് വേണ്ടിയിട്ട് അത് സഹായമാവും ഞങ്ങൾക്ക്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.